ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂഗാർനെറ്റിന്റെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന വേൾഡ് കപ്പ് 2020യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇത്തവണത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ വേൾഡ് കപ്പ് 2020യിലെ ജേതാക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യ ആണ്. ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയാണ്. സോ റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു ഈ ഫൈനലിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ഇന്ത്യ ജയിച്ച ഈ ICC വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇത്തവണ 9ാമത്തെ 2020 വേൾഡ് കപ്പാണ് നടന്നത്. 2007 ഈ 2020 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 2 വർഷം കൂടുമ്പോഴായിരിക്കും 2020 വേൾഡ് കപ്പുകൾ നടക്കാറുള്ളത്. ഇത്തവണത്തെ 2020 വേൾഡ് കപ്പ് നടന്നത് നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത 2020 വേൾഡ് കപ്പ്, അതായത് 2026 2020 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC ആണ് ഈ വേൾഡ് കപ്പുകൾ നടത്താറുള്ളത്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ദുബായിലാണ്. 1909 ജൂൺ 15 ICC രൂപീകരിച്ചത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യയുടെ എക്സ് ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ ടൂർണമെൻറ്റിൻ്റെ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ ബൗളറായ ജസ്പ്രീത് ബുംറയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഈ വേൾഡ് കപ്പിൽ മൊത്തം 20 ടീമുകളാണ് പങ്കെടുത്തത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18ാമത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. ഇത്തവണത്തെ ഒപ്പോസിഷൻ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. നമുക്കറിയാം, 2 ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചത്. ഒന്ന് നമ്മളുടെ ഉത്തർപ്രദേശിലെ റായ്ബറയിൽ നിന്നും, ഒന്ന് നമ്മളുടെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുമാണ്. ഇത്തവണത്തെ ഒപ്പോസിഷൻ ലീഡറിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 10 വർഷമായിട്ട് ഇന്ത്യയിൽ ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ലോകസഭയിലെ മൊത്തം സീറ്റുകൾ എന്ന് പറയുന്നത് 543 സീറ്റുകളാണ്. ഈ 543 സീറ്റുകളിൽ 10% സീറ്റുകൾ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമാണ് ഒപ്പോസിഷൻ ലീഡർ പദവി ഇന്ത്യയിൽ നൽകുകയുള്ളൂ. ആയതിനാൽ 2014 2019 ഇലക്ഷനിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ എന്ന് പറയുന്നത് 44 52 സീറ്റുകളായിരുന്നു. 543ൻ്റെ 10% എന്ന് പറയുന്നത് 54 സീറ്റുകൾ വേണ്ടതുകൊണ്ട് കഴിഞ്ഞ 2 തവണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒപ്പോസിഷൻ ലീഡർ പദവി നൽകിയിരുന്നില്ല. എന്നാൽ ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 99 സീറ്റുകളായതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡർ പദവി നൽകുകയും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡറായി വരികയും ചെയ്തു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ 18ാമത്തെ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ ഓം ബിർളയാണ്. ഓം ബിർള ഭാരതീയ ജനതാ പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 17ാമത്തെ ലോകസഭ, അതായത് കഴിഞ്ഞ തവണത്തെ ലോകസഭയുടെയും സ്പീക്കർ പദവിയിൽ ഇരുന്നത് നമ്മളുടെ ഓം ബിർള തന്നെയാണ്. ഈ സ്പീക്കർ എന്ന് പറയുന്ന പദവി, അതായത് ലോകസഭാ സ്പീക്കർ എന്ന് പറയുന്ന പദവി ഇന്ത്യ ഏത് ഭരണഘടനയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് എന്ന് സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ലോകസഭാ സ്പീക്കർ എന്ന് പറയുന്ന പദവി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്. റഷ്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ എന്ന് പറയുന്ന അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോദിക്കാണ് റഷ്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ എന്ന് പറയുന്ന അവാർഡ് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഇത്തവണ അദ്ദേഹത്തിൻ്റെ റഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഭാരത് രത്നമാണ്. ഈ ഭാരത് രത്നം നമ്മൾ 2 വിദേശികൾക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മൊത്തം 53 പേർക്കാണ് രാജ്യം ഭാരത് രത്നം നൽകിയിരിക്കുന്നത്. അതിൽ 2 പേർ മാത്രമാണ് വിദേശികൾ എന്ന് പറയുന്നത്. ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരനായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും രണ്ടാമത്തെ വിദേശി എന്ന് പറയുന്നത് ഗാന്ധി ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന നെൽസൺ മണ്ടേലയുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ 53 നാഷണൽ അവാർഡ് നൽകിയവരിൽ 5 പേർ വനിതകളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. സോ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് രത്നയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് റഷ്യ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. റഷ്യയെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ റഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോസ്കോ ആണ്. റഷ്യയുടെ കറൻസി എന്ന് പറയുന്നത് റൂബിളാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റഷ്യയുടെ പാർലമെൻറ്റിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. റഷ്യൻ പാർലമെൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഡ്യൂമയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലേക്ക്, അതായത് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് റഷ്യയിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്ന്, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് റഷ്യയുടെ പേര് എന്ന് പറയുന്നത് സോവിയറ്റ് റഷ്യ USSR എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓപ്ഷൻസിൽ ചില സമയങ്ങളിൽ USSR എന്ന് നൽകാറുണ്ട്. അപ്പോൾ അത് ഓർത്തുകൊള്ളുക, ഈ USSR എന്ന് പറയുന്നത് റഷ്യയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആൻഡ് 5 ഇയർ പ്ലാൻ, നമുക്ക് പ്രധാനമായി എക്സാമിനേഷന് സ്ഥിരമായി വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ 5 ഇയർ പ്ലാനും നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇത്തവണത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയാണ് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ലേബർ പാർട്ടി ഇത്തവണ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. 650 സീറ്റുകളിലേക്കാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇലക്ഷൻ നടക്കുന്നത്. പുതിയ പ്രധാനമന്ത്രിയായി അവർ തീരുമാനിച്ചിരിക്കുന്നത് കെയർ സ്റ്റാമറിനെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കെയർ സ്റ്റാമർ ലേബർ പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതിനു മുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ആയിരുന്നു. ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ എക്സാമിനേഷൻസിന് സ്ഥിരമായി ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് നേതാക്കളുടെ പേര് തന്നതിന് ശേഷം ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഇത്തവണ ജയിച്ച കെയർ സ്റ്റാമർ ഭരണം പിടിച്ചിരിക്കുന്നത് ലേബർ പാർട്ടിയിൽ നിന്നും. അവർ പരാജയപ്പെടുത്തിയത് നമ്മളുടെ ഋഷി സുനകിനെയാണ്. ഋഷി സുനക് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റുമായി പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്ന കാര്യം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ക്യാബിനറ്റ് സിസ്റ്റം, അതായത് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്ന കാര്യവും നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടമെടുത്തിട്ടുണ്ട്. ഈ ക്യാബിനറ്റിൻ്റെ തലവൻ, ചെയർ എന്നറിയപ്പെടുന്നത്, അധ്യക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റും നമ്മൾ കടമെടുത്തിരിക്കുന്നത് നമ്മളുടെ യുണൈറ്റഡ് കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് 511 സെക്ഷനുകളുള്ള ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്ത് വന്നിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന കാര്യമാണ്. ഈ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന നിയമത്തിൽ 358 സെക്ഷനുകളാണ് നിലവിൽ ഉള്ളത്. പിന്നീട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC എന്ന് പറയുന്നതാണ്. 484 സെക്ഷനുകളായിരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് ഉണ്ടായിരുന്നത്. പുതിയതായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് നാഗരിക് സുരക്ഷാ സംഹിത എന്നുള്ളതാണ്. ഇതിൽ 531 സെക്ഷനുകളാണ് നാഗരിക് സുരക്ഷാ സംഹിതയ്ക്ക് ഉള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മളുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കൂടി അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ ലോ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററായ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് അപ്പോയിൻമെൻ്റ് ആണ്. നമുക്കറിയാം നമ്മളുടെ
ഉത്കർഷ് SFB ബാങ്ക് അവരുടെ MD യും CEO ആയ ഗോവിന്ദ് സിംഗിനെ തന്നെ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റീഅപ്പോയിൻമെൻറ്റ് നമ്മളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ബാങ്ക് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ബാങ്കാണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈയിലാണ്. ഈ RBI ആണ് നിലവിലെ സാഹചര്യത്തിൽ ഗോവിന്ദ് സിംഗിൻ്റെ അപ്പോയിൻമെൻറ്റ് അംഗീകരിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷൻസിന് റാങ്കിങ്, ഇൻഡെക്സ് എന്നീ വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുണ്ട്. ഇത്തവണ നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സ് 2024 ആണ്. ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സ് 2024 ഫസ്റ്റ് സ്ഥാനം കിട്ടിയ നഗരം എന്ന് പറയുന്നത് വിയന്നയാണ്. ഓസ്ട്രിയയിലാണ് ഈ വിയന്ന എന്ന് പറയുന്ന നഗരം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സെക്കൻഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്ന നഗരം എന്ന് പറയുന്നത് കോപ്പൻഹെർബാണ്. കോപ്പൻഹെർബ് ഡെൻമാർക്കിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മൂന്നാമത്തേത് സൂറിച്ചിലാണ്. ഈ മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന നഗരം നമ്മുടെ സ്വിറ്റ്സർലാൻഡിലാണ് ഈ സൂറിച്ച് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ പൊസിഷനിങ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ ഒരു നഗരത്തിന് കിട്ടിയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 141ാമത്തെ റാങ്കാണ്. അത് നമ്മളുടെ മുംബൈക്കും ഡൽഹിക്കും കൂടിയാണ് ഈ 141ാമത്തെ റാങ്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സാധാരണഗതിയിൽ നമ്മളുടെ എക്സാമിനേഷൻസിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇന്ത്യയിലെ നഗരങ്ങൾ കിട്ടിയിരിക്കുന്ന റാങ്കുകളും ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്ന റാങ്കുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഗ്ലോബൽ ലീവബിലിറ്റി ഇൻഡെക്സ് 2024 ഫസ്റ്റ് പൊസിഷൻ ഓസ്ട്രിയയുടെ വിയന്നയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഒരു നഗരം വരുന്നത് 141ാമത്തെ റാങ്കാണ്. അത് നമ്മളുടെ മുംബൈയും ഡൽഹിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ അരുന്ധതി റോയ്, നമുക്കറിയാം ബുക്കർ പ്രൈസ് വിന്നറാണ് നമ്മളുടെ അരുന്ധതി റോയ് എന്ന് പറയുന്നത്. അരുന്ധതി റോയ്ക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് പെൻ പിൻഡർ പ്രൈസ് 2024 ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ പെൻ പിൻഡർ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പെൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് നൽകുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 19 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കാശ്മീർ ഇഷ്യൂവിൽ 14 വർഷത്തെ മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോസിക്യൂഷൻ നേരിടുകയാണ് നമ്മളുടെ അരുന്ധതി റോയ്. അത് അവരോടുള്ള ആദരിക സൂചകമായിട്ടാണ് ഈ അവാർഡ് നമ്മളുടെ ഇംഗ്ലീഷ് പെൻ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അരുന്ധതി റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അരുന്ധതി റോയ് എന്ന് പറയുന്നത് ഒരു ബുക്കർ പ്രൈസ് വിന്നറാണ് എന്നുള്ളത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിരുന്നു അവരുടെ പുസ്തകം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി എക്സർസൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. സാധാരണഗതിയിൽ നമ്മളുടെ എക്സാമിനേഷൻസിന് മിലിറ്ററി എക്സർസൈസിൻ്റെ പേര് തന്നിട്ട് ഇത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ളതാണ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് നൽകിയതിന് ശേഷം അതിൻ്റെ മിലിറ്ററി എക്സർസൈസിൻ്റെ പേരെന്താണ് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ നോക്കുന്ന മിലിറ്ററി എക്സർസൈസിൻ്റെ പേര് എന്ന് പറയുന്നത് നുമാഡിക് എലിഫൻറ്റ് എന്നുള്ളതാണ്. ഈ നുമാഡിക് എലിഫൻറ്റ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള മിലിറ്ററി എക്സർസൈസിന് നമ്മൾ നൽകിയ പേരാണ് നുമാഡിക് എലിഫൻറ്റ്. ഇത് നടന്നത് നമ്മുടെ ഇന്ത്യയിലെ മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷിലോങ് ആണ്. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കോൺറാഡ് സാങ്മയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മേഘാലയയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, മേഘാലയയിൽ നിന്ന് സാധാരണഗതിയിൽ നമ്മളുടെ ക്യാപിറ്റലും ചീഫ് മിനിസ്റ്റേഴ്സും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നുമാഡിക് എലിഫൻറ്റ് നടത്തിയത് ഇന്ത്യയും മംഗോളിയയും തമ്മിലാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മംഗോളിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉലാൻ ബാറ്റർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മംഗോളിയയുടെ കറൻസി എന്ന് പറയുന്നത് മംഗോളിയൻ ടുഗ്രിക് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട റൈറ്ററായ അമിതാവ് ഘോഷിൻ്റെ പുതിയ പുസ്തകമായ സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്ന പുസ്തകമാണ്. സ്മോക്ക് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററി എന്നാണ് പുസ്തകത്തിൻ്റെ മുഴുവൻ പേര്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ അമിതാവ് ഘോഷ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്ഥിരമായി നമ്മളുടെ എക്സാമിനേഷൻസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ അമിതാവ് ഘോഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ. അദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു സയൻസ് ഫിക്ഷൻ ആയിരുന്നു
ദ കൽക്കട്ട ക്രോമസോം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് ഫ്ലഡ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ദ ഗ്ലാസ് പാലസും പ്രധാനമായി എക്സാമിനേഷന് ചോദിക്കാറുള്ള ചോദ്യമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് ആണ്. നമ്മുടെ പഞ്ചാബ് ഹരിയാന ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ഷീൽ നഗൂനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ 25 ഹൈക്കോടതികളാണ് ഉള്ളത്. ഈ 25 ഹൈക്കോടതികളുടെയും ചീഫ് ജസ്റ്റിസുമാരെയും ജഡ്ജിമാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 62 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 65 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്നത് കൊളീജിയം സിസ്റ്റം പ്രകാരമാണ്. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് സീനിയർ ജഡ്ജിമാർ അടങ്ങുന്ന ഒരു പാനലിനെയാണ് കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കൊളീജിയമാണ് അടുത്ത ജഡ്ജിയായിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളുടെ പ്രസിഡൻറ്റിന് നിർദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. നമ്മളുടെ ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് മസൂദ് പെസ്കിയാനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇറാൻ്റെ മുൻ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസി ഒരു ചോപ്പർ അറ്റാക്കിൽ മരണപ്പെട്ട വാർത്ത നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയർ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ആ സ്ഥാനം വേക്കൻ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് മസൂദ് പെസ്കിയാനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇറാൻ്റെ പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ആയത്തുള്ള ഖുമേനിയാണ്. ഇറാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെഹ്റാനാണ്. ഇറാൻ്റെ കറൻസി എന്ന് പറയുന്നത് റിയാലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ പാരീസ് ഒളിമ്പിക്സ്, നമുക്കറിയാം ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിൽ ഈ 2024 ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വർഷത്തിലെ ഒളിമ്പിക്സ്. നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട സ്പോർട്സിൻ്റെ ഇവൻറ്റ്സ് പഠിക്കുമ്പം നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആ വർഷത്തിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് വെന്യൂസ്, ഇതിന് മുമ്പുള്ള വെന്യൂ ഏതായിരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 2024 മുമ്പ് ഒളിമ്പിക്സ് നടന്നത് ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ചായിരുന്നു. അപ്പോൾ ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു. ഒന്ന് നമ്മളുടെ PV സിന്ധുവും ശരത് കമലും. PV സിന്ധുവിന് ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ വെച്ച് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരത് കമൽ ആണെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 4 ഒളിമ്പിക്സുകളിലാണ് പങ്കെടുത്തത്. സാധാരണഗതിയിൽ എക്സാമിനേഷന് ഒരു പ്ലെയറിൻ്റെ പേര് തന്നിട്ട് ഇവർ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ശരത് കമൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് താരമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. PV സിന്ധു ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ താരമാണ്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവരെ 2 പേരെയുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. കൊഡാക് മഹീന്ദ്ര ബാങ്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 2025 200 പുതിയ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ കൊഡാക് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബാങ്കിങ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് ഒരു ബാങ്ക് രൂപീകരിച്ചത്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ആരാണ് അവരുടെ CEO, ആരാണ് അവരുടെ ചെയർമാൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ബാങ്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കൊഡാക് മഹീന്ദ്രയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഉദയ് കൊഡാക് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ കൊഡാക് മഹീന്ദ്ര എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1955 അന്ന് അതൊരു കൊഡാക് മഹീന്ദ്ര ഫിനാൻസ് ലിമിറ്റഡ് ആയിരുന്നു. പിന്നീട് 2003 ഇവർ ബാങ്ക് ആയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിലാണ്. ഇവരുടെ CEO എന്ന് പറയുന്നത് ദീപക് ഗുപ്തയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അവസാനമായി രൂപീകരിച്ച സംസ്ഥാനമായ തെലങ്കാനയെക്കുറിച്ചാണ്. നമുക്കറിയാം 29ാമത്തെ സംസ്ഥാനമായിട്ടാണ് നമ്മൾ തെലങ്കാനയെ രൂപീകരിച്ചത്. എന്നാൽ ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. തെലങ്കാനയുടെ പുതിയ സംസ്ഥാന ഗീതമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജയ ജയ ഹേ തെലങ്കാന എന്ന് പറയുന്ന ഗാനമാണ്. ഇത് ചിട്ടപ്പെടുത്തുന്നത് MM കീരവാണിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് MM രേവന്ത് റെഡ്ഡിയാണ്. നമ്മളുടെ തെലങ്കാന
ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. തെലങ്കാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദാണ്. തെലങ്കാനയുടെ ഗവർണർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ജാർഖണ്ഡിൻ്റെ ഗവർണറായ CP രാധാകൃഷ്ണൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ദക്ഷിണ ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഏക സംസ്ഥാനം കൂടിയാണ് തെലങ്കാന എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സൗത്ത് ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഏക സംസ്ഥാനം കൂടിയാണ് തെലങ്കാന എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹേമന്ത് സോറനെ കുറിച്ചാണ്. ചെമ്പൈ സോറനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജാർഖണ്ഡിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് ഹേമന്ത് സോറൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 3-ാം തവണയാണ് ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നമ്മളുടെ ഹേമന്ത് സോറൻ വരുന്നത്. നമുക്കറിയാം ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റാഞ്ചിയാണ്. ജാർഖണ്ഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് CP രാധാകൃഷ്ണനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവാണ് നമ്മളുടെ സോറൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും പ്രസിഡൻറ്റും അടങ്ങിയതാണ്. രാജ്യസഭ എന്നറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു പേരും കൂടി നമ്മളുടെ രാജ്യസഭയ്ക്ക് ഉണ്ട്. നമ്മളുടെ രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് പെർമനൻറ്റ് ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ദ ടെന്യൂർ ഓഫ് രാജ്യസഭ ഈസ് പെർമനൻറ്റ്. ഇന്ത്യ എന്ന് വരെയാണ് ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് അന്ന് വരെ രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടായിരിക്കില്ല. അതൊരു സ്ഥിരമായ ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ രാജ്യസഭയുടെ മെമ്പർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ രാജ്യസഭയുടെ ലീഡറിനെയാണ് പരിചയപ്പെടുന്നത്. ലീഡർ ഓഫ് ദ ഹൗസ് ഇൻ രാജ്യസഭയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായ JP നദ്ദയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നഡ്ഡയുടെ പ്രത്യേകത നഡ്ഡ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻറ്റ് കൂടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ ലീഡർ ഓഫ് ഹൗസ് എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ആയിരിക്കും നമ്മൾ രാജ്യസഭയിലെ ലീഡറാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. രാജ്യസഭയുടെ ചെയർമാൻ, നമ്മൾ ലോകസഭാ സ്പീക്കർ പഠിച്ചിരുന്നു, അതുപോലെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു എക്സ് ഒഫീഷ്യോ പോസ്റ്റാണ്. ഈ എക്സ് ഒഫീഷ്യോ പോസ്റ്റ് എന്ന് പറയുന്നത് ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം തന്നെ ആയിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു വ്യക്തിക്ക് രാജ്യസഭയുടെ മെമ്പർ ആകണമെങ്കിൽ അദ്ദേഹത്തിന് മിനിമം 30 വയസ്സ് വേണം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ രാജ്യസഭാ ചെയർമാൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് ആകാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സായതുകൊണ്ട് രാജ്യസഭാ ചെയർമാൻ്റെയും പ്രായം 35 വയസ്സ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമ്മളുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവായ മല്ലികാർജുൻ ഖാർഗെ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് മല്ലികാർജുൻ ഖാർഗെ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഭരണപക്ഷ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റാണ് രാജ്യസഭയിലെ നേതാവ്. രാജ്യസഭയുടെ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഇന്ത്യൻ ആർമിയുടെ പുതിയ വൈസ് ചീഫായിട്ട് ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യനെ തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യ ഇന്ത്യയുടെ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയ ഇന്ത്യയുടെ ആർമിയുടെ ചീഫായ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ സീറ്റ് വേക്കൻ്റ് ആയത്. അതോടുകൂടിയാണ് നമ്മളുടെ NS രാജ ഇന്ത്യയുടെ സീറ്റിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇന്ത്യയിലെ ആർമി ഡേ എന്ന് പറയുന്നത് ജാനുവരി 15 എന്നുള്ള കാര്യം ഓർക്കുക. എക്സാമിനേഷന് സ്ഥിരമായിട്ട് നമ്മളോട് ഡേറ്റ്സും ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ SBI ജനറൽ ഇൻഷുറൻസ് അവരുടെ പുതിയ MDയും CEO നവീൻ ചന്ദ്ര ഝായെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്.
നവീൻ ചന്ദ്ര ജാ റീപ്ലേസ് ചെയ്യുന്നത് കിഷോർ കുമാറിനെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവനായ തപൻ കുമാർ ദേക്കയുടെ കാലാവധി സെൻട്രൽ ഗവൺമെൻറ് നീട്ടി എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് 2 രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണ് ഉള്ളത്, 2 സ്പൈ ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് നമ്മളുടെ റിസർച്ച് അനലൈസ് വിങ് റോ എന്ന് പറയുന്നതും ഒന്ന് നമ്മളുടെ IB എന്ന് പറയുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയുമാണ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് റോയാണ്, റിസർച്ച് അനലൈസ് വിങ്ങും. ഇന്ത്യയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് വരുന്നത് ഇന്ത്യയുടെ IBയുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതോടുകൂടി ഈ വീക്കിലെ എഡ്യൂകാർനെറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു, ബൈ.